ഞാൻ എന്നും സിദ്ധുവിന്റെയാ. എനിക്കൊരു ജീവിതം ഉണ്ടെങ്കിൽ അത് സിദ്ധുവിനൊപ്പം തന്നെയായിരിക്കും. സിദ്ധു എവിടെ? സിദ്ധുവിന് നിങ്ങൾ എന്താ ചെയ്തത്? എന്നെ സ്വന്താക്കാൻ വേണ്ടി നിങ്ങൾ അവനോട് എന്ത് ക്രൂരതയെ കാണിച്ച്? ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. കരുനീലിക്കാവിലമ്മയാണ് സത്യം. ഡോക്ടറെ കുറിച്ച് ആർവിൻ അറിയുന്ന മാത്രമല്ലേ എനിക്കും അറിയുള്ളൂ. ഇല്ല, ഇല്ല, ഞാനത് വിശ്വസിക്കില്ല. വിശ്വസിക്കണം. ഞാൻ പറയുന്ന മുഴുവൻ പാറു വിശ്വസിക്കണം. വിശ്വസിച്ചേ പറ്റൂ. ഞാൻ നിന്നെ മനഃപൂർവ്വം താലി കെട്ടിയൊന്നുമല്ല. ഒരു ആ ഒരു സാഹചര്യത്തിൽ ഇതല്ലാതെ വേറെ മാർഗമൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ. ആറും എല്ലാം നേരി കണ്ടതല്ലേ. അപ്പൊ ഞാൻ താലി കെട്ടിയില്ലായിരുന്നെങ്കിൽ ഉറപ്പായിട്ടും അമ്മാവൻ വേറൊരാളെ കണ്ടെത്തുമായിരുന്നു. ഇല്ലെങ്കിൽ ചിലപ്പോ ഇന്ദ്രനെ തന്നെ തിരിച്ചു കൊണ്ടുവന്ന് ആ കല്യാണം നടത്തിയെന്നെ. അപ്പോ ഡോക്ടറിനെ കണ്ടുപിടിച്ച് പാറുവിന്റെ കല്യാണം നടത്തുക എന്നുള്ള ആ ആഗ്രഹം നടക്കാതെ ആ ആഗ്രഹം സാധിച്ചു തരാൻ വേണ്ടിയിട്ടാ ഞാൻ ഇങ്ങനെ ഒരു കടുങ്കൈ ചെയ്തത്. എന്റെ സ്ഥാനത്ത് വേറൊരാളാണ് പാറുവിന്റെ കഴുത്തിൽ താലി കെട്ടിയിരുന്നെങ്കിൽ എന്താവുമായിരുന്നു സ്ഥിതി? ഒന്ന് ആലോചിച്ച് നോക്കി. പാറുവിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിത് ചെയ്തതെന്ന് പാറു മനസ്സിലാക്കണം. പാറു പറയുന്ന എന്തും ചെയ്യാൻ ഞാൻ തയ്യാറാണ്. പക്ഷെ ഒരു അപേക്ഷയുണ്ട്.